ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ടൊയോട്ട ഇന്നോവ ഹൈക്രോസുമായിട്ടാണ്. ഈ വാഹനത്തിൽ നമ്മൾ മാക്കിൻടോഷ് ഗ്രാഫീൻ കോട്ടിംഗ് ആണ് ചെയ്തത്. ഡയറക്റ്റ് ഷോറൂം എൻട്രി ആയിരുന്നു കേട്ടോ ഈ വാഹനം. അപ്പം നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ വിഷ്വൽസിലൂടെ നമ്മൾ ഇതിൽ ചെയ്ത പ്രോസസ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതേപോലെ തന്നെ പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എന്നത്തെയും പോലെ നമ്മുടെ മാക്കിൻടോഷ് ഗ്രാഫീൻ കോട്ടിങ്ങിന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഫേവറേറ്റ് കളറായിട്ടുള്ള ബ്ലാക്ക് കളർ തന്നെയാണ്. മാക്കിൻടോഷ് ഗ്രാഫീൻ കോട്ടിങ് കഴിഞ്ഞ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രത്തോളം ഹെവി ഡാർക്ക്നെസ് ആണ്, നല്ല ഗ്ലോസി ഫിനിഷിങ്ങിലാണ് ഇപ്പൊ വണ്ടി ഉള്ളത്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് പറയട്ടെ, ടൊയോട്ടയുടെ ഈ ഒരു പെയിന്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഹെവിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫീലിനെ നിങ്ങൾക്ക് അത്രയും ഗ്രാഫീൻ കോട്ടിംഗ് കൂടെ ചെയ്തിട്ട് നല്ല ഹെവി ഷൈനിങ്ങിൽ കാണിച്ചു തരാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു വാഹനം ഡയറക്റ്റ് ഷോറൂം എൻട്രി ആയിരുന്നു. എന്നിരുന്നാൽ പോലും യാർഡിലും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം പൊടിയും കാര്യങ്ങളും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ഡീപ്പായിട്ട് ഡീറ്റെയിൽ ചെയ്ത് അതിനുശേഷം നമ്മളെ പെയിന്റ് കറക്ഷൻ പ്രോസസ്സിനൊക്കെ ശേഷമാണ് നമ്മളെ മാക്കിൻടോഷ് ഗ്രാഫീൻ കോട്ടിങ് ഇതിൽ ചെയ്തത്. ഈ ഒരു ടച്ച് ആൻഡ് ഫീലിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ്. അത് വീഡിയോയിൽ നിങ്ങൾ എത്രത്തോളം നമുക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു ടച്ച് ആൻഡ് ഫീലിൽ തന്നെ ഇതിൻ്റെ ഒരു സിൽക്കി സ്മൂത്ത്നെസ്, അത് നമ്മുടെ മാക്കിൻടോഷ് ഗ്രാഫീൻ കോട്ടിങ്ങിന്റെ മാത്രം പ്രത്യേകതയാണ്. ഏകദേശം 3 വർഷം വരെയാണ് നമ്മൾ മാക്കിൻടോഷ് ഗ്രാഫീൻ കോട്ടിങ്ങിന് വാഹനങ്ങളിൽ ലൈഫ് പറയുന്നത്. ടൊയോട്ടയുടെ വാഹനങ്ങളിലായാലും ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളിലും നമുക്ക് ആ ഒരു 3 വർഷം ലൈഫ് അഷ്വറൻസ് എന്തായാലും പറയാൻ പറ്റും. ഇതൊരു 3 ഇയർ വാറണ്ടി പാക്കേജ് ആണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇതിന് എക്സ്പെൻസ് വന്നിട്ടുള്ളത് നമുക്ക് 45,000 ആണ്. എക്സ്റ്റീരിയറിലുള്ള ആ ഒരു ലുക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇന്റീരിയറിലുള്ള ആ ഒരു ഡീപ്പ് ഡീറ്റെയിലിംഗ് പ്രോസസ്സ് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരുന്നു. ആ ഒരു പ്രോസസ്സ് കുറവുകൊണ്ട് തന്നെ നമ്മൾ അതിൽ വരുന്നൊരു ലേബർ കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് ആയിട്ടാണ് കൊടുക്കാറുള്ളത്, പ്രത്യേകിച്ച് പുതിയ വണ്ടിയിൽ. അത് നമ്മൾ വെറുതെ ഒരു പ്രൈസ് ഇട്ടിട്ട് ആ പ്രൈസും കൂടി മേടിക്കുന്ന രീതിയിലല്ല. നമുക്ക് ഏതൊക്കെ രീതിയിൽ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ രീതിയിൽ നമ്മൾ ചെയ്യും. നമ്മുടെ പാക്കേജ് ഇങ്ങനെയാണ്. ഇന്റീരിയർ ക്ലീനിങ്ങും അതും ഇതൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് പൈസ മേടിക്കുന്ന പതിവ് നമുക്കില്ല. അതായത് ഇന്റീരിയർ ക്ലീനിങ് കുറവാണെങ്കിൽ അതിൻ്റെ ആ ഒരു എമൗണ്ട് പുതിയ വണ്ടികളിൽ നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്റീരിയർ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഈ വാഹനത്തിലെ ഇന്റീരിയർ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസിലും വണ്ടി നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമ്മളെ സൈഡിൽ നിന്ന് ഒന്ന് കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഗ്രാഫീൻ കോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 3 ഇയേഴ്സ് വാറണ്ടി പാക്കേജിന് വരുന്ന 45,000 ആണ്. അതിൽ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഫുൾ പേയ്മെന്റ് ചെയ്യുന്നതിന് പകരം അവസാനത്തെ 2 റീകോഡിന്റെ സമയത്ത് പാർഷ്യലായിട്ട് പേയ്മെന്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെ പാക്കേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുന്ന ആ ഒരു ബേർഡന്റെ കൂടെ നമ്മളെ ഗ്രാഫീൻ കോട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പെൻസ് കൂടെ ഫുള്ളായിട്ട് താങ്ങേണ്ടി വരുന്നില്ല. അവർക്ക് പാർഷ്യലായിട്ട് പേയ്മെന്റ് ചെയ്ത് ഗ്രാഫീൻ കോട്ടിംഗ് നമുക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ റിവ്യൂസ് ഒന്നും നമ്മൾ ഈ വീഡിയോ കൂടെ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിന്റെ ഒരു പെയിന്റ് ക്വാളിറ്റിനെ കുറിച്ചും നമ്മൾ ഈ ഒരു ഡാർക്ക് ഫീലിനെ കുറിച്ചും ഇതിന്റെ ഈ ഒരു ബ്ലാക്ക് കളറിനെ കുറിച്ചും പറയുകയാണെങ്കിൽ, ഇതിന് മുന്നേ നമ്മളൊരു ഫോർച്യൂണർ, അതും ഡാർക്ക് എഡിഷനിലുള്ള ഒരു ഫോർച്യൂണർ കസ്റ്റമർ കുറച്ച് കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു ഫോർച്യൂണർ ചെയ്തപ്പോഴും നമുക്ക് ഇതേ ഒരു പെർഫെക്ഷനും ഫിനിഷിങ്ങും അതിന്റെ പെയിന്റിന്റെ കാര്യത്തിൽ കോട്ടിങ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിരുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഹൈക്രോസിനും ഫീൽ ചെയ്തത്. നല്ല ഹെവി ഡാർക്ക്നെസ്സിലേക്ക് നമുക്ക് നമ്മുടെ മാക്കിൻടോഷ് ഗ്രാഫീൻ കോട്ടിങ് ചെയ്യുന്നതിലൂടെ ഈ ഒരു പെയിന്റിന് അല്ലെങ്കിൽ ടൊയോട്ടയുടെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ മാക്കിൻടോഷ് ഗ്രാഫീൻ കോട്ടിങ് ഡാർക്ക് വണ്ടികളിൽ, പ്രത്യേകിച്ച് ബ്ലാക്ക് വണ്ടികളിലൊക്കെ സജസ്റ്റ് ചെയ്യാൻ കാരണം, സെറാമിക് കോട്ടിങ്ങും ഗ്രാഫീൻ കോട്ടിംഗ് പോലെ തന്നെ നമ്മൾ വണ്ടികളിൽ ചെയ്യാറുണ്ടെങ്കിൽ പോലും ഇപ്പൊ കൂടുതലായിട്ടും നമ്മളെ മാക്കിൻടോഷ് ഗ്രാഫീൻ കോട്ടിംഗ് ആണ് കസ്റ്റമർസ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. ഡാർക്ക്നെസ്സിൽ മാത്രമല്ല, അതിന്റെ ഡ്യൂറബിലിറ്റിയിലും അതിന്റെ മറ്റ് ഫീച്ചേഴ്സിലും, അതായത് ഹൈഡ്രോഫോബിക് എഫക്ട്, അത് വാഷ് ചെയ്യാനുള്ള എളുപ്പം, അതിന്റെ ഡ്യൂറബിലിറ്റി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഗ്രാഫീൻ കോട്ടിംഗ് തന്നെയാണ് കസ്റ്റമേഴ്സിന് കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളത്. അപ്പോൾ നമ്മുടെ മാക്കിൻടോഷ് ഗ്രാഫീൻ കോട്ടിങ്ങിനെ കുറിച്ചുള്ള ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളെ കമന്റ്സും സജഷൻസും ഒക്കെ നമ്മളെ കമന്റ് ബോക്സിലും ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിടണം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺ.